ഹലോ ഗായ്സ്, ഇന്ന് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ 2 മാസമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പാട വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ പാട എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാട്ടോ. ആദ്യം തന്നെ ഞാൻ പാൽപ്പാട ഫ്രീസറിൻ്റെ ഉള്ളിലാണ് കേട്ടോ സൂക്ഷിക്കാറ്. അപ്പോൾ അത് കാരണം അത് പുറത്ത് വെച്ചൊന്ന് തണുപ്പ് വിട്ടാലേ കേട്ടോ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ പാട മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കണം കേട്ടോ. നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് 2 ഐസ് ക്യൂബ് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടുള്ളൂ. ഞാനിവിടെ ഇട്ടിട്ടില്ല. നല്ല തണുത്ത വെള്ളം തന്നെ കേട്ടോ ഒഴിച്ചത്. അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക. ഇത് അടിക്കും തോറും ഇതിലത്തെ വെണ്ണ ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ. അങ്ങനെ എനിക്കൊരു 3 ഉരുള വെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുറച്ച് വെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വെണ്ണയായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് വെണ്ണ അതിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ ഇൻഡലിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വെണ്ണ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വെണ്ണ ഇങ്ങനെ പതുക്കെ ഉരുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ച് വേറെ ഒന്നിനും പോവാതിരിക്കുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ ഞാൻ എന്താ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായിട്ട് ഞാനിങ്ങനെ വെണ്ണ സെപ്പറേറ്റ് ചെയ്തിട്ട് നെയ്യ് ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് തന്നെ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാറാണ്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ വെള്ളമൊക്കെ അബ്സോർവ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. സാധാ നെയ്യ് ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് കുറച്ച് സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ ഗ്യാസ് കുറച്ച് ചിലവാകുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വെണ്ണയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലേക്ക് മാറ്റിയിട്ടോ. പിന്നെ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പതുക്കെ നമ്മുടെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ ആവും തോറും നെയ്യ് കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ പാടയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു തരിതരിപ്പായിട്ട് ഇങ്ങനെ മാറി മാറി വിട്ട് വിട്ട് വരും കേട്ടോ. അപ്പോൾ എത്രയാണോ നമുക്ക് പാകം വേണ്ടത് അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ചൂടിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഇത് മൂത്ത് വരും കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പരിവായപ്പോൾ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നേരെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ പാത്രങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ് കേട്ടോ. അതിൽ ഞാൻ ആകെ ഈ ഒരു സ്പൂണും കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ ദാ നെയ്യ് നന്നായിട്ട് ചൂടാറി വന്നതിൻ്റെ ശേഷം ഞാനൊരു അരിപ്പ വെച്ചിട്ട് സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റണം കേട്ടോ. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും പിന്നെ നെയ്യ് റോസ്റ്റൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ 2 പാത്രം പാട കൊണ്ട് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്